പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ ഇറാൻ അമേരിക്ക സംഘർഷം എപ്പോഴും ഒരു തിളച്ചുമറിയുന്ന വിഷയമാണ്. എന്നാൽ 2026 ഏപ്രിലിൽ നാം കണ്ട ദൃശ്യങ്ങൾ ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥ മാറുന്നതിന്റെ അടയാളമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നീട്ടിയതായി പ്രഖ്യാപിച്ചിട്ടും ഏപ്രിൽ 23-ന് ടെഹ്റാനിലെ റെവല്യൂഷൻ സ്ക്വയറിൽ കണ്ടത് യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകളായിരുന്നു. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, മനോവീര്യം കൊണ്ടും തങ്ങൾ തകർന്നിട്ടില്ലെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ദിനമായിരുന്നു അത്. ടെഹ്റാനിലെ പരേഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഖാദർ ബാലിസ്റ്റിക് മിസൈലുകളുടെ സാന്നിധ്യമാണ്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ നാഴികക്കല്ലാണ് ഖാദർ. പഴയ ഷഹാബ് 3 മിസൈലുകളിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ മിസൈലിനെ കൂടുതൽ മാരകമാക്കുന്നു. ഖാദർ മിസൈലുകൾ ദ്രാവക ഖര ഇന്ധനങ്ങളുടെ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. ഇത് വിക്ഷേപണത്തിന് വേണ്ടിവരുന്ന തയ്യാറെടുപ്പ് സമയം ഗണ്യമായി കുറയ്ക്കുന്നു. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ സംജാതമാക്കാൻ മണിക്കൂറുകൾ എടുക്കുമ്പോൾ ഖാദർ മിസൈലുകൾ നിമിഷങ്ങൾക്കുള്ളിൽ തൊടുക്കാൻ സാധിക്കും. 1600 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ഈ മിസൈലുകൾക്ക് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യയിലെ ഏത് അമേരിക്കൻ താവളത്തെയും ലക്ഷ്യം വെക്കാൻ ശേഷിയുണ്ട്. ക്ലസ്റ്റർ മ്യൂണിഷനുകൾ വഹിക്കാനുള്ള ഇതിന്റെ ശേഷി ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നു. ഇറാൻ ഈ മിസൈൽ തെരുവിൽ പ്രദർശിപ്പിച്ചത് അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ പരാജയപ്പെട്ടതിന്റെ പ്രത്യക്ഷമായ തെളിവാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വ്യോമ മേധാവിത്വം നേടിയവർ ശത്രുവിനെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താമെന്നാണ് അമേരിക്കൻ സിദ്ധാന്തം. കഴിഞ്ഞ ആഴ്ചകളിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇറാന്റെ വ്യോമസേനയും നാവികസേനയും പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നാണ് വാഷിംഗ്ടൺ അവകാശപ്പെട്ടത്. എന്നാൽ ഈ അവകാശവാദങ്ങൾ പാടെ തള്ളിക്കളയുന്നതാണ് പുതിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ആഡംസ് സാക്ഷ്യപ്പെടുത്തിയത് ഇറാന്റെ ഭൂരിഭാഗം മിസൈൽ ശേഖരവും ഇപ്പോൾ അക്ഷാതമാണെന്നാണ്. CNN നടത്തിയ അന്വേഷണത്തിൽ ഇറാന്റെ ലോഞ്ചറുകളിൽ പകുതിയിലധികം പ്രവർത്തനക്ഷമമാണെന്ന് കണ്ടെത്തി. എങ്ങനെയാണ് ഇറാൻ ഇത് സാധ്യമാക്കിയത്? അതിന് പിന്നിൽ 3 പ്രധാന തന്ത്രങ്ങളുണ്ട്. മിസൈലുകൾ സ്ഥിരമായ കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കുന്നതിന് പകരം ട്രാക്കുകളിലും മറ്റും മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്ന ലോഞ്ചറുകൾ ഇറാൻ ഉപയോഗിക്കുന്നു. ഇത് ഉപഗ്രഹങ്ങൾ വഴിയുള്ള നിരീക്ഷണം ദുഷ്കരമാക്കുന്നു. ഭൂമിക്കടിയിൽ 100 കണക്കിന് അടി താഴ്ചയിൽ നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് ബങ്കറുകളിലാണ് ഇറാന്റെ പ്രധാന ആയുധ ശേഖരം. ഇവ തകർക്കാൻ സാധാരണ ബോംബുകൾക്ക് കഴിയില്ല. കോടിക്കണക്കിന് രൂപ വിലയുള്ള വിമാനങ്ങളെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളാണ്. ഇവ വലിയ കൂട്ടമായി ആക്രമണം നടത്തുമ്പോൾ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പതറുന്നു. ഇറാന്റെ ഈ സൈനിക കരുത്ത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. സൗദി അറേബ്യ, UAE, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളെ എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, നഗരങ്ങൾ എന്നിവ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ്. വെടിനിർത്തൽ നീട്ടിയത് ഒരു സമാധാന ചർച്ചയ്ക്കുള്ള തുടക്കമായി അമേരിക്ക കാണുമ്പോഴും ഇറാൻ അത് ഉപയോഗിക്കുന്നത് തങ്ങളുടെ പരിക്കുകൾ മാറ്റാനും ആയുധങ്ങൾ പുനഃക്രമീകരിക്കാനുമാണെന്നും വ്യക്തമാണ്. കൂടാതെ കടൽമാർഗമുള്ള ചരക്ക് നീക്കത്തെ ബാധിക്കുന്ന ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ശേഷി ലോക വിപണിയെയും എണ്ണവിലയെയും ബാധിക്കും. യുദ്ധം നീണ്ടുപോയാൽ ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏപ്രിൽ 23-ലെ ആൾക്കൂട്ടം വെറുമൊരു രാഷ്ട്രീയ പ്രകടനമായിരുന്നില്ല. ഏതൊരു ഏകാധിപത്യ അർദ്ധജനാധിപത്യ ഭരണകൂടത്തിനും നിലനിൽക്കാൻ ജനങ്ങളുടെ പിന്തുണയും സൈന്യത്തിന്റെ കരുത്തും ആവശ്യമാണ്. തുടർച്ചയായ ഉപരോധങ്ങൾ കാരണം തകർന്നു നിൽക്കുന്ന ഇറാനിയൻ ജനതയ്ക്ക് മുന്നിൽ ഭരണകൂടം തങ്ങളുടെ കരുത്ത് കാണിക്കേണ്ടത് അനിവാര്യമാണ്. തെരുവിൽ മിസൈലുകൾക്ക് പിന്നാലെ ഒഴുകിയ 10,000 സന്ദേശം നൽകുന്നത് 2 തലത്തിലാണ്. നിങ്ങളുടെ ബോംബുകൾക്ക് ഞങ്ങളുടെ ആയുധങ്ങളെ നശിപ്പിക്കാം, പക്ഷെ ഞങ്ങളുടെ പോരാട്ടവീര്യത്തെ തൊടാൻ കഴിയില്ല. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. നമ്മൾ ഇപ്പോഴും ലോകശക്തികൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ അഥവാ മനോവിജ്ഞാന യുദ്ധമാണ്. ശത്രുവിനെ യുദ്ധഭൂമിയിൽ നേരിടുന്നതിനേക്കാൾ മുൻപേ മാനസികമായി തളർത്തുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നുവെന്ന് തന്നെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ യഥാർത്ഥ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഭരണകൂടത്തിന്റെ വിശ്വസ്തതയെ ബാധിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണോ അതോ കൂടുതൽ ശക്തമായി ആക്രമിക്കണം എന്ന കാര്യത്തിൽ വൈറ്റ് ഹൗസിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാനിലെ ഖാദർ മിസൈൽ പരേഡ് നമുക്ക് നൽകുന്ന അവസാന സന്ദേശം ഇതാണ്: ആധുനിക യുദ്ധങ്ങളിൽ ആയുധങ്ങളുടെ എണ്ണം മാത്രമല്ല, അവ എങ്ങനെ വിന്യസിക്കുന്നു എന്നതും പ്രധാനമാണ്. അമേരിക്കയെ പോലൊരു വൻശക്തിയെ പ്രതിരോധിക്കാൻ ഇറാൻ കണ്ടെത്തിയ അസാമാന്യമായ യുദ്ധമുറ ഫലപ്രദമാണെന്ന് ചരിത്രം തെളിയിക്കുന്നു. വെടിനിർത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിലെ കനലുകൾ അണഞ്ഞിട്ടില്ല. ഈ ഇടവേള ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണോ എന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മിസൈലുകളുടെ എണ്ണത്തിലേക്കല്ല, മറിച്ച് ആയുധങ്ങൾ ഉപയോഗിക്കാതിരിക്കാനുള്ള വിവേകം ഭരണാധികാരികൾ കാണിക്കുമോ എന്നതിലേക്കാണ്. എങ്കിലും ഒന്ന് വ്യക്തമാണ്: ഇറാൻ എന്ന ശക്തിയെ കുറച്ചു കാണുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്.